സോഷ്യൽ മീഡിയയിൽ എല്ലായ്പ്പോഴും ആഘോഷമാണ് സിനിമാ താരങ്ങളുടെ എൻട്രികൾ. കഴിഞ്ഞ ദിവസം കൊച്ചിയിലെത്തിയ സൂപ്പർ സ്റ്റാർ മോഹൻലാലിനൊപ്പം മറ്റൊരാൾ കൂടി ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. സൂപ്പർ താരത്തിന് വഴിയൊരുക്കുന്ന ഒരു ബോഡി ഗാർഡ്. ബ്ലാക്ക് ടീഷർട്ടും ജീൻസും ഷൂസും ധരിച്ച ഒരു വനിതാ ബൗൺസറായിരുന്നു അത്. അവരുടെ പേരാണ് അനു കുഞ്ഞുമോൻ. മോഹൻലാൽ പങ്കെടുത്ത ചടങ്ങിൻ്റെ ശ്രദ്ധാകേന്ദ്രമായി മാറിയിരുന്നു അന്ന് അനു കുഞ്ഞുമോൻ എന്ന 37-കാരി. സ്ത്രീകളെ അധികമായി കാണാത്ത ഈ മേഖലയിൽ ആത്മവിശ്വാസം കൈമുതലാക്കി തൻ്റേതായ ഇടം കണ്ടെത്തുകയാണ് അനു കുഞ്ഞുമോൻ എന്ന ലേഡി ബൗൺസർ. ബൗൺസേഴ്സ് പ്രൊഫഷൻ പുരുഷന്മാരുടെ മാത്രം കുത്തകയാണെന്ന ധാരണ പൊളിച്ചെഴുതുകയാണ് അനു. വലിയ ജനക്കൂട്ടമെത്തുന്ന പരിപാടികൾ, സെലിബ്രിറ്റി സുരക്ഷ, സ്വകാര്യ സുരക്ഷ, DJ പാർട്ടികൾ എന്നിങ്ങനെയുള്ള പരിപാടികളിലും ബാറുകളിലെയും പബ്ബുകളിലെയും ശല്യക്കാരെ ഒഴിവാക്കൽ തുടങ്ങിയ വെല്ലുവിളി നിറഞ്ഞ സാഹചര്യങ്ങൾ നേരിടേണ്ടി വരുന്നവരാണ് ബൗൺസർമാർ. അതുകൊണ്ട് തന്നെയാണ് ഈ മേഖലയിൽ പൊതുവെ സ്ത്രീകളുടെ സാന്നിധ്യം കുറയുന്നതും. കൊച്ചിയിൽ സൂപ്പർ സ്റ്റാർ മോഹൻലാലിൻ്റെ മുന്നിലേക്ക് ആത്മവിശ്വാസത്തോടെ അനു നടക്കുന്നു. തിങ്ങി നിറഞ്ഞ ജനക്കൂട്ടത്തെ നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യുന്നു. അങ്ങനെ ലാലേട്ടന് സുഗമമായി വഴിയൊരുക്കുന്നു. താരങ്ങളെ ശാരീരികമായി ഉപദ്രവിക്കാൻ സാധ്യതയുള്ള സാഹചര്യങ്ങളിൽ സുരക്ഷിതമായ അകലത്തിൽ നിർത്തി അവരെ കാത്ത് രക്ഷിക്കുന്നവരാണ് ബൗൺസർമാർ. സാധാരണ നല്ല ഫിസിക്കൽ ഫിറ്റ്നസ് ഉള്ള പുരുഷന്മാരാണ് ഈ ജോലി തിരഞ്ഞെടുക്കാറുള്ളത്. പുരുഷന്മാർ കൊടികുത്തി വാഴുന്ന ഈ ബൗൺസർമാരുടെ ലോകത്ത് സ്ത്രീകളും അവരുടേതായ ഇടം കണ്ടെത്തി കഴിഞ്ഞു. എന്തുകൊണ്ട് അനു ബൗൺസർ ജോലി തിരഞ്ഞെടുത്ത് എന്നവരോട് ചോദിച്ചാൽ, തനിക്ക് ആളുകളെ നിയന്ത്രിക്കാനും അവരുടെ ആദരം പിടിച്ചു പറ്റാനും ഇഷ്ടമാണെന്നാണ് അനു പറയുന്നത്. ജീവിതത്തിൽ കായികവും മാനസികവുമായി എപ്പോഴും കരുത്തോടെ ഇരിക്കണമെന്നത് അനുവിന് നിർബന്ധവുമാണ്. ജീവിതത്തിൽ എല്ലാത്തരം വെല്ലുവിളികളെയും നേരിട്ട വ്യക്തിയാണ് ഞാൻ. അമ്മയെയും സഹോദരിയെയും നോക്കാനും അന്തസ്സോടെ ജീവിക്കാനും എനിക്ക് കഠിനാധ്വാനം ചെയ്യേണ്ടി വന്നു. ഇച്ഛാശക്തിയുടെയും മനക്കരുത്തിൻ്റെയും ബലത്തിലാണ് ഞാൻ എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ചത്. ഇതാണ് അനു കുഞ്ഞുമോൻ വാർത്താ ഏജൻസിയായ PTIയോട് പറഞ്ഞത്. ഒരു നല്ല ഫോട്ടോഗ്രാഫറായ അനു സിനിമാ പ്രൊമോഷണൽ പരിപാടികൾ ഫോട്ടോകൾ എടുത്തിരുന്നു. അങ്ങനെയുള്ള ഒരു സെലിബ്രിറ്റി പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ ഒരു പുരുഷ ബൗൺസറുമായി ഒന്ന് കോർക്കേണ്ടി വന്നു. പരിപാടിയുടെ ചിത്രങ്ങൾ ഷൂട്ട് ചെയ്യുന്നതിനിടെ ഒരു ബൗൺസർ എന്നെ പിടിച്ച് തള്ളി. ആ പെരുമാറ്റം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ തിരിച്ചൊരു തള്ളു കൊടുത്തപ്പോൾ അയാൾ നിലത്ത് വീണു. പിന്നീട് ആ പരിപാടിക്ക് ബൗൺസർമാരെ അയച്ചിരുന്ന ഏജൻസിയെ വിളിച്ച് എന്തുകൊണ്ട് നിങ്ങൾ വനിതാ ബൗൺസർമാരെ ജോലിക്ക് എടുക്കുന്നില്ലെന്ന് ചോദിച്ചു. വനിതാ ബൗൺസറായി ജോലി ചെയ്യാനുള്ള താല്പര്യവും അറിയിച്ചു എന്നാണ് അനു പറയുന്നത്. കൊച്ചിക്കാരിയായ അനു സെലിബ്രിറ്റി പരിപാടികളിലും പബ്ബ് പാർട്ടികളിലും വനിതാ സെലിബ്രിറ്റികളുടെയും ബിസിനസ്സുകാരുടെയും അംഗരക്ഷകയായും ജോലി ചെയ്തിട്ടുണ്ട്. ആൾക്കൂട്ടത്തെ കൈകാര്യം ചെയ്യുന്നതിൽ ഇതുവരെ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. കുഴപ്പക്കാരായ പുരുഷന്മാരെയും സ്ത്രീകളെയും ട്രാൻസ്ജെൻഡറുകളെയും എല്ലാം പല സാഹചര്യങ്ങളിലും കൈകാര്യം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. എന്നിരുന്നാലും ഒരു സ്ത്രീ എന്ന നിലയിൽ തനിക്ക് മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ല എന്നും അനു പറയുന്നു. പുരുഷ ബൗൺസർമാരെ പോലെ തന്നെ വനിതാ ബൗൺസർമാർക്കും ഇപ്പോൾ ഏകദേശം തുല്യമായ വേതനം കിട്ടുന്നുണ്ടെന്ന് മറ്റൊരു വനിതാ ബൗൺസറും പറഞ്ഞു. എന്നാൽ പല വനിതാ ബൗൺസർമാർക്കും പ്രൊഫഷണൽ പരിശീലനത്തിൻ്റെ കുറവുണ്ടെന്ന് അവർ സമ്മതിക്കുന്നു. ജിമ്മിൽ പോയി ശരീരം ഫിറ്റാക്കി വെക്കുന്നതല്ലാതെ ബൗൺസർ എന്ന നിലയിൽ ആവശ്യമായ പ്രൊഫഷണൽ പരിശീലനം കിട്ടാത്തത് ഈ രംഗത്തെ ഒരു പോരായ്മയാണ് എന്നും അവർ പറയുന്നു.